ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ വളരെ പ്രൊഫഷണലായ ഒരു കാര്യത്തിന് സൂറത്ത് വരെ പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ബാംഗ്ലൂരിൽ നിന്നാണ് ഫ്ലൈറ്റ്. ഞങ്ങളിപ്പോൾ കോഴിക്കോട് KSRTC സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ബസ് അവിടെ വന്ന് കിടക്കുന്നുണ്ട്. 3:30ക്കാണ് എടുക്കുക. എന്നാലും എനിക്ക് 15 മിനിറ്റിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് നേരത്തെ വന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡ് ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോകുന്നത്. വാഹനം എടുത്തിട്ടില്ല. അവിടെ ക്ലൈമറ്റൊക്കെ എന്താ പറയുക, കുറച്ച് സീനായതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് വെയ്യാണ്ടാവുമോ എന്നുള്ള പേടിയുള്ളതുകൊണ്ടും വാഹനം ഞങ്ങൾ എടുത്തിട്ടില്ല. അപ്പം എന്തായാലും ഞങ്ങളുടെ ജേർണിയിൽ ഞാൻ വിചാരിച്ചൊരു വ്ളോഗ് കൂടെ എടുക്കാമെന്ന്. അപ്പോൾ എന്തായാലും നിങ്ങളോട് ജോയിൻ ചെയ്തോളൂ. കർണാടക RTCയുടെ ഐരാവത് എന്ന് പറയുന്ന ഒരു ബസ്സായിരുന്നു. ആൻഡ് എനിക്കെല്ലാം ഫസ്റ്റ് ചെയ്യണം എന്നൊരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് എനിക്ക് ആദ്യം പോയി ചെയ്തില്ല. അപ്പോൾ ഞാൻ വേഗം തന്നെ കൊണ്ടുപോയി പെട്ടിയൊക്കെ കൊടുത്തു. അപ്പോൾ തന്നെ ബസ്സിൽ കയറി ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്തു. മൊത്തം കന്നഡയായിരുന്നു കേട്ടോ. ചേട്ടൻ ഒന്നും മനസ്സിലായില്ല, എനിക്ക് മനസ്സിലായില്ല, ചേട്ടനും മനസ്സിലായില്ല. അപ്പോൾ ഞങ്ങൾ വേഗം ബസ് കയറി അവിടെ എന്താ പറയുക, ഞങ്ങൾ രണ്ടുപേരും സെറ്റിലായിരുന്നു. സോ ഞങ്ങൾ ബസ് ബോർഡ് ചെയ്തു. ആൻഡ് വേറെ എന്തെങ്കിലും എന്താ പറയുക, എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ കാണിക്കാം കേട്ടോ, അല്ലെങ്കിൽ ബാംഗ്ലൂർ എത്തിയിട്ട് കാണാം. ബസ് ശരിക്കും ഓൺ ടൈമാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഒരു താമരശ്ശേരി എത്തിയപ്പോൾ ഞാൻ ഈ ബ്ലോക്കിൽ നിന്നാണ് എണീക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് 5 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴും ചുരം കയറാനൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വലിയ കാര്യമായ വിശേഷങ്ങളൊന്നും നടന്നില്ല. ബസ് ഓൾമോസ്റ്റ് ഒരു 9 to 10 ആ സമയത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി. ആൻഡ് ഫുഡൊക്കെ നല്ല ഫുഡായിരുന്നു കേട്ടോ. ഉടുപ്പിയിലാണ് നിർത്തിയത്, ഉടുപ്പി ഹോട്ടലിലാണ് നിർത്തിയത്. നല്ല അടിപൊളി ഫുഡായിരുന്നു. ഞാനും പനീർ കറിയും കഴിച്ചു. പിന്നെ ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉറക്കമായതുകൊണ്ട് ബാംഗ്ലൂർ എത്തിയതും അറിഞ്ഞില്ല. ഊബറിൽ ഒക്കെ ഉറക്കത്തിലായതുകൊണ്ട് ഷോട്ടൊക്കെ എടുക്കാൻ വിട്ടുപോയി. പിന്നെ സത്യം പറഞ്ഞാൽ ഞങ്ങളൊന്ന് ഓണായത് ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ ആ ഒരു ഗേറ്റ് സ്റ്റാർട്ടിങ് കണ്ടപ്പോഴാണ്. ഫുൾ ലൈറ്റും എല്ലാം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ശരിക്കും ഒരു എയർപോർട്ടിലേക്ക് കയറുന്നൊരു ഫീലായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഫ്ലൈറ്റ് കയറുമെങ്കിൽ ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് കയറണമെന്ന് ഞാൻ പറയുള്ളൂ. അത്രയും ഭംഗിയുള്ളൊരു എയർപോർട്ടാണ് ബാംഗ്ലൂർ എയർപോർട്ട്. ഇത് ശരിക്കും ഡൊമസ്റ്റിക് ടെർമിനലാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു എയർപോർട്ടാണ്. ഫുൾ പ്ലാന്റ്സും എല്ലാം ലൈവ് പ്ലാന്റ്സുമാണ്. എന്താ പറയുക, ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സേ ഇല്ല. അത്രയ്ക്കും അവർ കെയർ ചെയ്യുന്നുണ്ട്. ഇൻറ്റീരിയർ ആയിട്ടുള്ള പ്ലാന്റ്സിന് അത്രത്തോളം കെയർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഭയങ്കര ക്ലീനുമായിരുന്നു. നമ്മൾ ഇപ്പം ഞാൻ കണ്ടത് കാലിക്കറ്റ് എയർപോർട്ട്, അങ്ങനെ കുറച്ച് എയർപോർട്ട്സേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ക്ലീൻ ആൻഡ് ഫൈൻ എയർപോർട്ടായിരുന്നു ബാംഗ്ലൂർ എയർപോർട്ട്. പിന്നെ വലിയൊരു എന്താ പറയുക, നല്ല തിരക്കുണ്ടെങ്കിൽ കൂടി നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യില്ല. അത്രയും സ്പേഷ്യസ് ആയിരുന്നു. ഒരു കൺജഷൻ തീരെ ഇല്ലാത്തൊരു എയർപോർട്ടാണ് കേട്ടോ അത്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ നേരത്തെ ഒന്ന് എത്തിയത്. ഓൾമോസ്റ്റ് ഒരു ഞങ്ങൾക്ക് 6:30ക്കായിരുന്നു ഫ്ലൈറ്റ്. പക്ഷെ ഞങ്ങളൊരു 2 മണി ആയപ്പോഴത്തേക്കും ഞങ്ങളവിടെ എത്തി. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, കുറച്ച് അവിടെ ചില്ലടിച്ചിരുന്നു. ഉറക്കമൊന്നും വരുന്നുണ്ടായിരുന്നില്ല, കാരണം ബസ്സിൽ കിടന്ന് നല്ലവണ്ണം ഉറങ്ങി. അപ്പം പകുതി എപ്പോഴോ ഞങ്ങൾക്ക് നല്ല ഉറക്കം വന്നപ്പോൾ ഞങ്ങളവിടെ ഒരു കഫേ ഡേ ഉണ്ടായിരുന്നു. അവിടെ കയറി കോഫി കുടിച്ചു. ആൻഡ് കോഫി കുടിക്കുന്ന സമയത്ത് ആകെ എന്തോ ഒരു ഷുഗർ പാക്കറ്റ്സ് അയാൾ എണ്ണം ഒരു ഈവൺ ആയിട്ടല്ല തന്നെ. അപ്പോൾ ഞാനിങ്ങനെ പറയുന്നു എനിക്ക് 3 പാക്കറ്റ് വേണമെന്ന്. എൻ്റെ മുഖം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ നല്ല ഉറക്കഭ്രാന്തിലായിരുന്നു എന്ന്. എന്നാലും പ്രണവേട്ടൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ പിന്നെ വോയിസ് ഓവർ ചെയ്തോളാമെന്ന്. പ്രണവേട്ടൻ നല്ല ഫോട്ടോസൊക്കെ എടുത്തു തന്നു കേട്ടോ എനിക്ക്. സംഭവം ഫോട്ടോയ്ക്ക് പോസ് ചെയ്യില്ല എന്നേ ഉള്ളൂ, പക്ഷേ എനിക്ക് ഫോട്ടോസൊക്കെ എടുത്തു തരും. ആൻഡ് പിന്നെ ഞങ്ങൾ ടിക്കറ്റൊക്കെ വാങ്ങി ഞങ്ങൾ സെക്യൂരിറ്റി ചെക്കിന് വേണ്ടി പോയി. ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു സെക്യൂരിറ്റി ചെക്കിൻ. ആൻഡ് സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ജസ്റ്റ് അവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവിടെ കുറേ ഷോപ്സ് ഉണ്ടായിരുന്നു, മാക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ വാങ്ങാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കറങ്ങി തിരിഞ്ഞു. അന്ന് അവിടെ ലിപ്സ്റ്റിക്കിന് പ്രത്യേകിച്ച് ഓഫറൊന്നും ഉണ്ടായിരുന്നില്ല ഗൈസ്. 2500 രൂപയായിരുന്നു മാക്കിൻ്റെ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കിന്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഗേറ്റിൽ കയറി പ്ലെയിനിൽ കയറാൻ ഓൾമോസ്റ്റ് 6 വരെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. കാര്യമായിട്ട് ഫുഡൊന്നും ഞങ്ങൾ കഴിച്ചില്ല, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. ഫ്ലൈറ്റിൽ ഞങ്ങൾ ഫുഡൊന്നും കൊടുത്തിട്ടും ഉണ്ടായിരുന്നില്ല. അവിടെ പുറത്തെത്തിയിട്ട് കഴിക്കാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. അപ്പം ഞങ്ങൾ ജസ്റ്റ് കയറി. ആൻഡ് ആക്ച്വലി ഞങ്ങൾ കയറുന്ന സമയത്ത് നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. ആൻഡ് ഒരുപാട് ഇൻഡിഗോൻ്റെ ഫ്ലൈറ്റ്സ് ഉണ്ടായിരുന്നു. ആൻഡ് മോറോവർ നമ്മളെ സൺറൈസ്
ഇത് വരുന്നൊരു ടൈമാണല്ലോ, നല്ല മഞ്ഞും ഉണ്ടായിരുന്നു. അപ്പം കുറേ നേരം ഞാനതൊക്കെ നോക്കി ഇരുന്നു വിൻഡോയിലൂടെ. എന്താ പറയുക, ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. ഈ ടേക്ക് ഓഫിൻ്റെയും ലാൻഡിൻ്റെയും സമയത്ത് എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ വളരെ കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ നോക്കി ഇരുന്നു. സത്യം പറഞ്ഞാൽ കുറച്ച് ഇടയ്ക്ക് എപ്പോഴോ വെച്ച് ഞാൻ ഉറങ്ങിപ്പോയി. പക്ഷേ പിന്നെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ കുറച്ചൊരു ഡെസേർട്ട് പോലെയുള്ള ഏരിയയാണ് ഞാൻ താഴേക്ക് നോക്കുമ്പോൾ കാണുന്നത്. നമ്മൾ ബാംഗ്ലൂർ കണ്ട ഒരു കുറച്ചൊരു ഗ്രീൻ അതങ്ങ് പോയി ഫുൾ ഡെസേർട്ട് അങ്ങനെ ഒരു സൈഡായി മാറി. അപ്പം എനിക്ക് തോന്നി ഏകദേശം ഗുജറാത്ത്, സൂറത്ത് അവിടെ എത്താനായി തോന്നി. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വിചാരിച്ചു റൂം എടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. കാരണം ഞങ്ങൾക്ക് അവിടെ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്ത് കൊടുക്കാനായിരുന്നു പോണത്. അപ്പം ജസ്റ്റ് അവിടുന്ന് എനിക്ക് ജസ്റ്റ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. അപ്പോൾ റൂം എടുക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വോത്തല്ലാന്ന് തോന്നിയത് കൊണ്ട് ഞാൻ അവിടുന്ന് തന്നെ എയർപോർട്ടിൽ നിന്ന് തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഫൈനലി ആഫ്റ്റർ എ ലോങ് ജേർണി വി ഹവ് റീച്ച് ഹിയർ ഇൻ സൂറത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രൊഫഷണലായിട്ടുള്ളൊരു കാര്യത്തിനാണ് വന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴിയെ കാണാം. ഞാൻ കൂടുതൽ എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല, ബിക്കോസ് ഉറക്കച്ചടവിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. ആൻഡ് ഞാൻ വോയിസ് ഓവറൊക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോസുകളിലേക്ക് എത്തിക്കാം. സൂറത്ത് എയർപോർട്ടിൻ്റെ കവാടമൊക്കെ കഴിഞ്ഞ ഷോട്ടിലൊക്കെ ഇത് നിങ്ങൾ കണ്ടല്ലോ. ഇറങ്ങി വരുമ്പോൾ ഒക്കെ നമ്മൾ കാണുന്നൊരു ഭാഗമാണ് കേട്ടോ അത്. വെൽക്കം ടു സൂറത്ത്, ദ ക്ലീനസ്റ്റ് സിറ്റി ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട്. അവിടെ നിന്ന് സത്യം പറഞ്ഞ് ഞങ്ങൾ ഊബർ വിളിക്കാമെന്ന് വിചാരിച്ചാൽ നിന്നേ. പക്ഷേ ഈ ഓട്ടോ ചേട്ടൻ വന്ന് ഞങ്ങളെ സ്വൈര്യക്കേടാക്കി. ലാസ്റ്റ് ഈ ഓട്ടോ ചേട്ടന് കൊണ്ടേ തല വെച്ച് കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ ഓട്ടോ ചേട്ടൻ ഞങ്ങളെ പറ്റിച്ചു ഗൈസ്. അവിടെ ചെന്നാൽ ഓട്ടോ വിളിക്കരുത്. ആ ചേട്ടൻ കുറച്ച് ഡിസ്റ്റൻസ് പോകാൻ വേണ്ടി ഞങ്ങളതിൽ നിന്ന് 400 രൂപ വാങ്ങിച്ചു. എന്തായാലും അജ്മേറ ഫാഷൻസിലെത്തി. ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കേട്ടോ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ അജ്മേറ ഫാഷൻസിലാണ് കേട്ടോ. ഇവിടെയുള്ള സാരീൻ്റെ റേറ്റൊക്കെ കണ്ട് തള്ളിപ്പോയിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ 2000-3000 കൊടുത്ത് വാങ്ങുന്ന സാരിക്ക് ഇവിടെ 800 രൂപയൊക്കെ ഉള്ളൂ. ഞാൻ ആ ഒരു വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് അവിടുന്ന് വീട്ടിലേക്കും കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങി. കാരണം അത്രയ്ക്ക് വില കുറവായിരുന്നു അവിടെ. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ലഞ്ച് പ്രൊവൈഡ് ചെയ്തിരുന്നത് സൂപ്പർ ടേസ്റ്റി ലഞ്ചായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് എയർപോർട്ടിലേക്ക് തന്നെ പോയി. വേറെ ഒന്നും കാണാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഞാൻ കുറച്ച് മഖാനയൊക്കെ വാങ്ങി നല്ലോണം കുറിച്ചു. പിന്നെ അവിടുന്ന് ഞാൻ എന്തൊക്കെയോ വാങ്ങി കഴിച്ചു. പിന്നെ അവിടുന്ന് നേരെ ഫ്ലൈറ്റ് ബോർഡ് ചെയ്തു. പിന്നെ ബാംഗ്ലൂർക്ക് പോയി. ആക്ച്വലി ദിസ് വാസ് അവർ ഫൈൻ ഡേ. ഒരു 9 മണി ആയപ്പോഴത്തേക്കും ഞങ്ങൾ ബാംഗ്ലൂർ എത്തി. ആൻഡ് നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു. എവറിത്തിങ് വാസ് ഫൈൻ. അപ്പോൾ വീഡിയോ എടുത്തതുമൊക്കെ ഞങ്ങൾക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിലായിരുന്നു. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. സീ യു സൂൺ. ബൈ.